ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ നാലാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനത്തിലാണ്. 15-ാം അധ്യായത്തിലാണ് നമ്മളുള്ളത്. 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനം അവസാനിപ്പിച്ച് വിചിന്തനത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. വിചിന്തനത്തിൻ്റെ തുടർഭാഗങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനായി ശ്രമിക്കാം. 15-ാം അധ്യായത്തിൻ്റെ 9-ഉം 15-ഉം 2 വാക്യങ്ങളാണ് ഏകദേശം ഒരേ അർത്ഥം വരുന്ന സന്ദേശം നൽകുന്ന വാക്യങ്ങൾ. അവ രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് അതിൻ്റെ സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാനായി നമ്മൾ ആ വചനഭാഗം ആദ്യം ഒന്ന് വായിക്കുകയാണ്. 9-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. 15-ാമത്തെ വാക്യം. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈശോയുമായി സ്നേഹബന്ധം വളർത്തിയെടുക്കാൻ ഒന്നാമതായി നമ്മോടുള്ള ഈശോയുടെ സ്നേഹത്തിൽ നാം വിശ്വസിക്കണമെന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പ്രീ റിക്വിസിറ്റ് അഥവാ കണ്ടീഷനുണ്ട്. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. ദൈവസ്നേഹത്തിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈശോയുമായി ഒരു ബന്ധം വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. എന്നെ സ്നേഹിക്കാത്ത ഒരാളോട് എങ്ങനെയാണ് ഞാൻ ബന്ധം വളർത്തിയെടുക്കുക? അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരുമായുള്ള സ്നേഹബന്ധത്തിലേക്ക് ഞാൻ വളരണമെങ്കിൽ അവരുമായി എനിക്ക് വിശ്വാസം ഉണ്ടാകണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് ഞാൻ നിങ്ങളൊക്കെ, അല്ലേ? ഇതിനെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ വളരെ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. ആ വചനം നിങ്ങൾക്കൊന്ന് നോക്കാവോ? അവിടെ നമുക്ക് നോക്കി വായിക്കാൻ വേണ്ടി പറ്റും. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. എവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം അടിയുറച്ചിരിക്കുന്നത് എന്ന് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയിട്ട് നമ്മോട് പറയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, മറിച്ച് അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ തന്നെയും അയക്കുകയും ചെയ്തു എന്നതിലാണ് അവൻ്റെ സ്നേഹം കുടികൊള്ളുന്നത്. ഇതുവഴിയായി അവൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹത്തേക്കാൾ ഉപരിയാണ് ദൈവത്തിന് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെയും ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളാകുമ്പോഴാണ്, അതുവഴിയായി പാപപരിഹാരത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും യേശു കർത്താവിൻ്റെ അനുയായികളായി മാറുന്നത്, അവനോട് ചേർന്നിരിക്കുന്നവരായി മാറുന്നത്. അതുകൊണ്ട് മിശിഹായുടെ അഥവാ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ സ്നേഹം സ്വീകരിക്കുകയും അതിനോട് പ്രത്യുത്തരിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ദൈവസ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ സ്നേഹം അനുഭവിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ആ സ്നേഹം സ്വീകരിക്കുകയും അതിനോട് ഭാവാത്മകമായി പോസിറ്റീവായി
പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാകുമ്പോഴാണ് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ക്രിസ്തുവിലുള്ള വിശ്വാസം പൂർണ്ണമാകുന്നത്. ഇത് സാധ്യമാകുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങൾ പ്രാർത്ഥനാനുഭവമാക്കി തീർക്കുന്നതുമ്പോഴാണ്. ജീവിതം ഒരു പ്രാർത്ഥനയായി മാറണം. എങ്ങനെയാണ് എനിക്ക് ജീവിതം പ്രാർത്ഥനയാക്കാൻ വേണ്ടി പറ്റുക? ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയും ദൈവത്തിന് സമർപ്പിക്കുക. കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ബോധ്യത്തോടെ അവനോട് ചേർന്നിരിക്കാനും അവൻ്റെ വാക്കുകളെ കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഞാൻ പരിശ്രമിക്കുമ്പോൾ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടാകും. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരായിത്തീരും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസം അനുഭവ തലത്തിലുള്ള ഒരു അറിവായി മാറണം. അനുഭവ തലത്തിലുള്ള അറിവ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിച്ചറിയണം. ക്രിസ്തുവിനെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ മാത്രം പോരാ, കാതുകൾ കൊണ്ട് കേട്ടാൽ മാത്രം പോരാ, എൻ്റെ ഹൃദയത്തിൽ അനുഭവിച്ചറിയാനും അതുവഴിയായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കുക. ഇതാണ് സാക്ഷ്യജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അറിഞ്ഞാൽ മാത്രം പോരാ, പിന്നെന്താ വേണ്ടേ? വിശ്വസിക്കുകയും വേണം. അറിഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുകയും വേണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു, അവൻ്റെ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ പ്രതിപ്രവർത്തനം പൂർത്തിയാവുക. അനുഭവാത്മകമായ ഈ അറിവിൽ വളരുവാനുള്ള മാർഗങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തി പ്രാർത്ഥിക്കുക എന്നതാണ്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അനുഭവതലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. അപ്രകാരമുള്ള പ്രാർത്ഥന വഴിയായി സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവീകമായ കൃപാവരത്തിൽ ജീവിക്കുന്ന വ്യക്തികളായി തീരുമെന്നല്ലേ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? അപ്രകാരമുള്ള ഒരു ജീവിതാനുഭവത്തിലേക്ക് വളരാൻ ഈശോയെ സഹായിക്കണമേ എന്നുള്ളതാകണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. കാരണം എന്താണെന്നറിയാമോ? ഓരോ ദിവസവും പ്രാർത്ഥനയിൽ അന്നന്നത്തെ ജീവിത അനുഭവങ്ങൾ അനുസ്മരിച്ച് അവയെ ദൈവത്തിൻ്റെ സ്നേഹപരിപാലനയുടെ വെളിച്ചത്തിൽ വിലയിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ സ്നേഹബന്ധത്തിൽ വളരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പ്രാർത്ഥനയോടെ ജീവിക്കുന്നവരാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കൃപയാണത്. എന്താണെന്നറിയാമോ? നമ്മൾ അപ്രകാരമുള്ളൊരു ജീവിതം വഴിയായി നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കണം. ഒരു ഇവാലുവേഷൻ നടത്തണം എന്നാണ് പറയുന്നത്. എന്താണ് ഇവാലുവേഷൻ? ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ, ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ മനസ്സിലൂടെ ഇന്ന് കടന്നു വന്ന ചിന്തകളും വിചാരങ്ങളും ഒക്കെ ദൈവത്തിന് സമർപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണത്. എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് എന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ സന്യാസ ആശ്രമങ്ങളിൽ 2 നേരം എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പൊതുവായ പ്രാർത്ഥനയിൽ ഉച്ചഭക്ഷണത്തിന് പോകുന്നതിന് മുൻപ് ദേവാലയത്തിൽ സമൂഹത്തിലുള്ള ആശ്രമാംഗങ്ങളായ അച്ഛന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ത്രികാല ജപം അഥവാ കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപ് ഞങ്ങൾ ആത്മശോധന ചെയ്യാറുണ്ട്. എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. അത്ര വരെയും ഉച്ചവരെയുള്ള സമയത്ത് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ്, പിശക് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അവയെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു ആഫ്റ്റർനൂൺ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നീട് രാത്രിയിൽ അത്താഴത്തിനു ശേഷം വിശ്രമത്തിന് വേണ്ടി പോകുന്നതിന് മുൻപ് നൈറ്റ് പ്രയറിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് വീണ്ടും എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് ഉണ്ട്, അഥവാ ആത്മശോധനയുണ്ട്. ഈ ആത്മശോധനകളൊക്കെയും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരു ഇവാലുവേഷനിലേക്കാണ്. ഇവാലുവേഷൻ നടത്തുന്നത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെറുതെ ഡെയിലി ഇവാലുവേഷൻ നടത്തിയതുകൊണ്ട് മാത്രമൊന്നും ആയില്ല. അവയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ, നവീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ ഇവാലുവേഷൻസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എല്ലാം ഈശോയുടെ ഇഷ്ടമാണ് എന്നുറപ്പുവരുത്തി മാത്രം ജീവിക്കാനും ശുശ്രൂഷ നിർവഹിക്കാനും ശിഷ്യന്മാർക്ക് സാധിക്കണം. ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ ഇഷ്ടമാകണം.
അവൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി പറ്റുക. ഗത്സമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ വിട്ടുപോകട്ടെ. പക്ഷേ ഈശോ കൂട്ടിച്ചേർത്ത്, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല കേട്ടോ, ഇതാ എൻ്റെ ഇഷ്ടം. പക്ഷേ എൻ്റെ ഇഷ്ടം ഈ ഒരു ഇഷ്ടമല്ല, മറിച്ച് നിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവപിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് ആ ഹിതത്തിന് കീഴ്വഴങ്ങലാണ്, ആമേൻ പറയലാണ് പ്രാർത്ഥന എന്നുള്ളത്. പരിശുദ്ധ കന്യകാമറിയത്തോട് മംഗളവാർത്ത സമയത്ത് പറഞ്ഞു കേട്ട കാര്യങ്ങൾ അവളെ അത്ഭുതപ്പെടുത്തിയെന്ന് മാത്രമല്ല, അവളെ ഭയപ്പെടുത്തുകയും ചെയ്തു എന്ന് ഉറപ്പാണ്. പക്ഷേ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് ദൈവഹിതത്തിന് അവൾ കീഴ്വഴങ്ങിയപ്പോൾ, ആമേൻ പറഞ്ഞപ്പോൾ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, തിരിച്ചറിയുക, അതുവഴിയാണ് ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചത്. ഇത് പ്രായോഗികമായി സാധിക്കുന്നത് സഭയുമായുള്ള ജീവിത പങ്കാളിത്തത്തിലൂടെയാണ്. നമ്മുടെ ഇതൊരു പങ്കാളിത്ത ജീവിത വ്യവസ്ഥയാണ്. എൻ്റെ ഭാഗം ഞാൻ കൃത്യമായി ഈ ലോകത്തിൽ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. എന്താണോ ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ഞാൻ പരിശ്രമിക്കുമ്പോഴാണ്, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതം ദൈവകേന്ദ്രീകൃതമാകുന്നത്, മറ്റുള്ളവർക്ക് ഗുണകരമായി തീരുന്നത്. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. സഭയുടെ വിശ്വാസം സഭാംഗങ്ങൾ സ്വാംശീകരിക്കണം. സഭയുടെ വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. സഭയുടെ ആവശ്യങ്ങളിൽ വിശ്വാസികളുടെ ആവശ്യങ്ങളായി അനുഭവപ്പെടണം. സഭ എന്ന് പറഞ്ഞാൽ ദൈവജനമാണ്. നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ഉൾപ്പെടുന്നതാണ് സഭ എന്നുള്ളത്. അതിന് അച്ഛന്മാരെന്നോ മെത്രാന്മാരെന്നോ മാർപ്പാപ്പയെന്നോ കർദിനാളന്മാരെന്നോ സന്യാസികളെന്നോ അൽമായരെന്നോ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും ദൈവജനത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് സഭയായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെയും സഭയുടെ താല്പര്യങ്ങൾ നമ്മുടെ താല്പര്യങ്ങളാകണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, സഭയുടെ താല്പര്യം എന്താണോ അതാകണം നമ്മുടെ വ്യക്തിപരമായ താല്പര്യം. എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് സഭയുടെ തീരുമാനങ്ങളെ, സഭയുടെ ചട്ടക്കൂടിനെ, സഭയുടെ നിലപാടുകളെ, സഭയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാ? പലപ്പോഴും അപഭ്രംശങ്ങൾ സംഭവിക്കുന്നുണ്ട്. സഭയിൽ പ്രശ്നകലുഷിതമാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾക്കിടവരുന്നുണ്ട്. എന്തുകൊണ്ടായത്? സഭയുടെ നേതൃത്വം ഒരുമിച്ച് കൂടി എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കാൻ സാധിക്കാതെ വിമർശനാത്മകമായ ബുദ്ധിയോടുകൂടെ അവയെ കാണാൻ വേണ്ടി പരിശ്രമിക്കുകയും അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കുകയും വിഭാഗീയത വളർത്തുകയും വ്യത്യസ്തങ്ങളായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാതെ വരും. ഇത് വലിയ വേദനയാണ്. ക്രിസ്തുവിനും അവൻ്റെ സഭാഗാത്രത്തിനും ഏൽക്കുന്ന മുറിവാണിത്. അതുകൊണ്ട് ആരും സഭാഗാത്രത്തെ മുറിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം. സഭയുടെ താല്പര്യങ്ങൾ നിന്റെ താല്പര്യമാകട്ടെ. സഭയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ താല്പര്യങ്ങളാണ്. അവൻ്റെ മനസ്സാണ് സഭയുടെ അധികാരികളിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നത് എന്ന് സഹോദര സഹോദരി, ദൈവത്തിൻ്റെ കുഞ്ഞെ, നീ വിശ്വസിക്കണം, തിരിച്ചറിയണം, അത് ഏറ്റെടുക്കണം ജീവിതത്തിൽ. അപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതാകും. നമ്മളെല്ലാവരും ഒരു സഭയിലെ ഏകോദര സഹോദരങ്ങളെ പോലെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരായിത്തീരും. ഇതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. കാരണം എന്താണെന്നറിയാവോ? ജീവൻ നൽകി ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിച്ച ഈശോ പ്രതിസ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അവൻ നമ്മളെ വെറുതെ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുക മാത്രമായിരുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറഞ്ഞ് മാത്രമല്ല. ഐ ലവ് യു അവൻ ജീവിച്ചു. എവിടാ? കാൽവരി കുരിശിൽ. കുരിശിൽ മരിച്ചുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിച്ചേ.
സ്നേഹിതന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറയുക മാത്രമല്ല, അവൻ പ്രവർത്തിക്കുകയും ചെയ്തു. കുരിശിൽ തൂങ്ങി മരിച്ചവനല്ലേ നമ്മുടെ നാഥൻ. അതുകൊണ്ട് അർഹതയില്ലാതിരുന്നിട്ടും തൻ്റെ സൗഹൃദങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയ ദൈവം, എല്ലാം പങ്കുവച്ച ഈശോയുടെ മുമ്പിൽ തുറവിയോടെ വ്യാപരിക്കാൻ മിശിഹായുടെ അനുയായികൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സ്നേഹത്തിൽ ഒന്നായിത്തീരുന്നവരാകുക, ഐക്യത്തിൽ ജീവിക്കുന്നവരാകുക എന്നുള്ളതാണ് ദൈവഹിതമെന്ന് ഈ വചനഭാഗം നമ്മളെ സഹോദരീ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളിനി 15-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യവും 12ഉം 13ഉം വാക്യങ്ങളും വായിച്ച് വിചിന്തനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനിടയ്ക്കൊരു വാക്യമുള്ളത് 11-ാമത്തെ വാക്യമാണ്. അത് നമ്മൾ ആരംഭത്തിൽ തന്നെ 15-ാം അധ്യായത്തിൻ്റെ വചന വിചിന്തനം നമ്മൾ ആരംഭിച്ചത് 11-ാമത്തെ വാക്യം വായിച്ചുകൊണ്ടാണ്. കോൺസെൻട്രിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞതും ഏക കേന്ദ്രീകൃത ഘടനയെക്കുറിച്ച് പറഞ്ഞതും 11-ാമത്തെ വാക്യത്തിൽ അതിന് അന്തസത്ത മുഴുവനും ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തല്ലോ. നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാം തിരുവചനം. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. 12ഉം 13ഉം വാക്യങ്ങൾ. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. സഹോദരങ്ങളെ, 3 വാക്യങ്ങളാണ് 10, 12, 13. ഈ 3 വാക്യങ്ങളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ നമ്മോട് പറയുന്നത് എന്താ? ഈശോയുമായുള്ള നമ്മുടെ സ്നേഹബന്ധം പ്രായോഗികമാകേണ്ടത് അനുസരണാ ജീവിതത്തിലൂടെയാണ്. നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും അവനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നിന്റെ സ്നേഹം കപടമാണ്. അനുസരണത്തോടുകൂടെ, വിധേയത്വ മനോഭാവത്തോടുകൂടെ സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹം നിനക്കുണ്ടാകുകയെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഈശോയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി ഈശോയുടെ തുടർച്ചയായ സഭയെയും സഭാധികാരികളെയും അനുസരിക്കുക എന്നതാണ്. ഈശോയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ തുടർച്ചയായ ഭൗതിക ശരീരമായ തിരുസഭയെയും തിരുസഭയുടെ അധികാരികളെയും അനുസരിക്കുക എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. തിരുസഭയുടെ അധികാരികൾ നമുക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളെ സഭാംഗം എന്ന നിലയിൽ പൂർണ്ണമായ വിശ്വാസത്തോടെ, വിധേയ മനോഭാവത്തോടുകൂടെ ഏറ്റെടുക്കാനും സ്വീകരിക്കാനും നീ തയ്യാറാകണം. ഡീക്കന്മാർ പട്ടം സ്വീകരിക്കുമ്പോൾ തിരുപ്പട്ടം എന്ന കൂദാശയ്ക്ക് വേണ്ടിയിട്ട് അഭിഷേകം ചെയ്യുന്ന മെത്രാൻ്റെ മുൻപിൽ മുട്ടുകുത്തി വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അവിടെ വ്യക്തമായി ഏറ്റുപറയുന്ന വിശ്വാസ പ്രഖ്യാപനം, ഞാൻ എൻ്റെ പിതാവിനെയും എന്ന് പറയുന്ന മെത്രാനെയും അതുപോലെ സഭാധികാരികളെയും സഭയുടെ സത്യപ്രബോധനങ്ങളെയും അനുസരിച്ചു കൊള്ളാമെന്നാണ്. ഇപ്രകാരം പ്രതിജ്ഞയെടുത്തിട്ട് തിരുപ്പട്ടം സ്വീകരിച്ച് വൈദിക ശുശ്രൂഷ ചെയ്യുന്ന നിനക്ക് എങ്ങനെയാ സഭയെയും സഭാധികാരികളെയും ധിക്കരിക്കാൻ സാധിക്കുക? എങ്ങനെയാ നിനക്ക് സഭയെയും സഭാധികാരികളെയും തള്ളിപ്പറയാൻ പറ്റുക? എങ്ങനെയാ നിനക്ക് സഭയും സഭാധികാരികളും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എതിരാകാൻ പറ്റുക? എങ്ങനെയാണ് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാറി നിൽക്കാൻ വേണ്ടി പറ്റുക? ദൈവം ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇത് ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ള ചിന്തയായിരുന്നില്ല. നിന്റെ സ്വാർത്ഥപരമായ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി നീയും നീ വിഭാവനം ചെയ്യുന്ന, കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളും ചേർന്ന് സഭയെ കരിവാരിത്തേക്കാൻ, സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ തിരിച്ചറിയുക, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. സഭയോട് ചേർന്ന് നിൽക്കാം. സഭ ദൈവജനമാകുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളോ കണ്ടേക്കാം. ആവട്ടെ.
എനിക്ക് വേണ്ടി എൻ്റെ സഭാധികാരികൾ എടുത്ത തീരുമാനമല്ലേ, ഞാനത് പൂർണ്ണമായും അനുസരിക്കുന്നു, വിധേയപ്പെടുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് കേട്ടോ എന്ന് കരുതി ധിക്കരിക്കാൻ അനുവാദമില്ല. വ്യത്യസ്തമായ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി പറഞ്ഞു, പക്ഷെ സ്വീകാര്യമല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഹോൾഡ് ഓൺ ചെയ്യാതെ അല്പം കൂടെ ജനറിക്കായി ചിന്തിച്ചുകൊണ്ട് എൻ്റെ സമൂഹത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഗണത്തിന് താല്പര്യങ്ങളെ കോംപ്രമൈസ് ചെയ്യാൻ നീ പരിശ്രമിക്കുന്നില്ല എങ്കിൽ, സഭയോട് ചേർന്ന് നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, നീ വെട്ടിമാറ്റപ്പെട്ട ശാഖ പോലെ ആയിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഭയോടുള്ള കൂട്ടായ്മയും പ്രതിബദ്ധതയുമാണ് ഈശോയോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും അടയാളം. സഭയിലുള്ള നമ്മുടെ കൂട്ടായ്മയുടെ പ്രതിബദ്ധതയുടെ പ്രതിഫലനം എന്ന് പറയുന്നത് ക്രിസ്തു സ്നേഹത്തിൽ നിന്നാണ്. ക്രിസ്തുവിനെ നിനക്ക് അനുസരിക്കാൻ പറ്റുമെങ്കിൽ, ക്രിസ്തുവിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ, ക്രിസ്തുവിനോട് നിനക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, നിനക്ക് സഭയോടും പ്രതിബദ്ധതയും സ്നേഹവും അനുസരണവും ഉണ്ടായേ പറ്റൂ. കാരണം ക്രിസ്തുവും സഭയും രണ്ടല്ല, ഒന്നാണ്. ക്രിസ്തു സഭയുടെ ശിരസാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് തിരുസഭയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഇത് പ്രതിബദ്ധതയുടെ അടയാളമായി മാറണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം അവശ്യം സന്തോഷത്തിൻ്റെ ജീവിതമാണ് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെയും ത്യാഗത്തോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ നയിക്കുന്നവർക്ക് ആത്യന്തികമായി ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റും. ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നു, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതുവഴിയാണ് ഈ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് 11ാമത്തെ വാക്യം പ്രസക്തമാകുന്നതും അത് കോൺസെൻട്രിക് സ്ട്രക്ചറിൻ്റെ കാച്ചിക്കുറുക്കിയ അർത്ഥമായി മാറുന്നതും. ഈ സന്തോഷം വെറും മാനുഷികമോ താൽക്കാലികമോ അല്ല, പ്രത്യുത ആന്തരികവും ആത്മീയവുമാണ് എന്ന് തിരുസഭാ മാതാവ് ഈ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് സ്വർഗീയമായ സന്തോഷത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായിരിക്കുമെന്നും ദൈവവചനം പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാവരെയും കൃത്യതയോടുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് 15ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനത്തിലും വിചിന്തനത്തിലും 11ാമത്തെ വാക്യത്തിനുള്ള പ്രാധാന്യത്തെ ഞാൻ ഊന്നിപ്പറഞ്ഞാൻ കാരണം അതാണ് നമ്മൾ പറഞ്ഞ് ആരംഭിച്ചത്, അവിടെയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നതും എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമാണ്. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവരാകണമെന്നുള്ളതാണ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം. ത്യാഗവും സഹനങ്ങളും കൂടാതെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഗോതമ്പ് മണി നിലത്തു വീണ് അഴിഞ്ഞ് ഇല്ലാതാകുമ്പോൾ അത് പുതിയ നാമ്പായി, പുതിയ മുള പൊട്ടി, പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതേസമയം അഴുകാതിരുന്നാൽ അത് കേവലം ഒരു ഗോതമ്പ് മണി മാത്രമായിരിക്കുകയും പിന്നീട് അത് നശിച്ച് ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ തീരേണ്ട ഒന്നല്ല. സംസ്കരിക്കപ്പെടുന്ന സെമിത്തേരിയിൽ അഴിഞ്ഞ് ഇല്ലാതാകേണ്ട ഒന്നല്ല. മറിച്ച് ദൈവ തിരുസന്നിധിയിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെടേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം പരിശ്രമിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നയിക്കുന്നവർക്ക് ആത്യന്തികമായി സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, സന്തോഷമുള്ളവരായി ജീവിക്കുക, സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാകുക എന്നുള്ളതാണ്. ഇതൊരു സാംക്രമിക രോഗം പോലെയാകണമെന്നാണ് പറയുക. നമുക്കറിയാലോ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചു ലോകം മുഴുവൻ. എത്രയോ പേരാ, ലക്ഷക്കണക്കിന് മനുഷ്യരാ മരിച്ചതില്ലേ? കോവിഡ് രോഗം പിടിക്കാത്തവരായ അധികം പേരുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലുമൊക്കെ കോവിഡിൻ്റെ സിംറ്റംസ് എല്ലാവരിലും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സാംക്രമിക രോഗമായി പടർന്നു പിടിച്ച ഒരു കാര്യമാണ്. സ്നേഹം, സന്തോഷം
ഒരു സാംക്രമികമായ രോഗം പോലെ പടർന്നു പിടിക്കണം. എൻ്റെ സന്തോഷം മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണം. നിരാശ മുറ്റി നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ ഈ കെട്ടകാലത്ത് മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ജീവിതമായി തീരണം നമ്മുടേത്. അതാണ് ഇൻസ്പിരേഷൻ എന്ന് പറയുക. ഇന്ന് നമ്മൾ ഒത്തിരിയേറെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ഇല്ലേ? നല്ലതാട്ടോ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. അവരെന്താ പറയുന്നത്? എങ്ങനെയാണ് ഈ ജീവിതത്തെ അല്പം കൂടെ മെച്ചപ്പെട്ടവരായി ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ചെയ്യുന്നത്, അല്ലേ? അവരവരുടെ ജീവിതം കൊണ്ട്, അവരുടെ വായനയിൽ നിന്നും കിട്ടിയ അനുഭവം കൊണ്ട്, അവരുടെ ജീവിതാനുഭവം കൊണ്ട്, അവരുടെ കഴിഞ്ഞ കാലം മുഴുവൻ അവർക്ക് നൽകിയ പാഠങ്ങൾ കോർത്തുവെച്ച് പോസിറ്റീവായി ഭാവാത്മകമായി ജീവിതത്തെ കാണാനും അതനുസരിച്ച് ജീവിതത്തെ കണ്ട് മുന്നോട്ട് പോകാനും പരിശ്രമിക്കുകയും അതിനുവേണ്ടി നമ്മളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്യുന്നേ. ആന്തരികമായ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നത് സന്തോഷമുള്ളവർക്ക് മാത്രമാണ്. അതുവഴിയായി സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനം സന്തോഷത്തിലൂടെ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയുക. സുവിശേഷത്തിൻ്റെ ആനന്ദമെന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൽ വളരെ മനോഹരമായി അവൻ ഈ സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവീകമായ സ്നേഹം അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഉള്ളം സന്തോഷം കൊണ്ട് നിറയും. നമ്മുടെ ഉള്ളിലുള്ള ഈ സന്തോഷം മുഖത്ത് പ്രകാശിപ്പിക്കപ്പെടും. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരും. അപ്രകാരം സന്തോഷമുള്ള ജീവിതം നയിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.